ഇന്ന് വൈകുന്നേരത്തെ ചായക്കൊരു അവല് വറവാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കടുക് ഇട്ടു. അപ്പോൾ നമുക്ക് ഇന്ന് ചായക്ക് വൈകുന്നേരം ചായക്കൊന്നും കാണുന്നില്ല. അപ്പോൾ കുറച്ച് അവല് വറവാക്കിയാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് അവല് ഞാൻ എടുക്കുന്നു. ഇടുന്നുണ്ട്. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വറവാക്കിയിട്ട് എങ്ങനെയെന്ന്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് ഞാൻ. ഒരു ചെറിയ മധുരവും കൂടി ഇരിക്കട്ടെ പറഞ്ഞിട്ട്. കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടുന്നുണ്ട്. നമുക്കൊരു രസം കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല മണം വരുന്നുണ്ട് വറുത്തൻ്റെ. ഉപ്പ് ചേർക്കുന്നുണ്ട്. അത്രേ ചേർത്തിട്ടുള്ളൂ. കൂടുതലായാൽ മധുരം ഉണ്ടല്ലോ. പൊരിപൊരിയായി വരണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്കിങ്ങനെ പൊരിഞ്ഞ് കിട്ടിയാൽ തണുക്കുമ്പോൾ ഒരു പൊരിപൊരി ആവണം. കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ടുണ്ട്, കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. പൊരിഞ്ഞു വന്നു. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വന്നു. നല്ല പൊടിയുണ്ട്. ഇതാണ് വറുത്ത അവല് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ഇത് ചായ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ട്. വൈകുന്നേരം ചായക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ ചായക്ക് അവല് വറുത്തത് ഇവിടെ റെഡിയായി കേട്ടാ. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചില സമയത്തെല്ലാം ചായ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ആക്കലുണ്ട്. ഇന്ന് അതിനൊന്നും വേറൊന്നും ആക്കാൻ ടൈം ഉണ്ടായിട്ടില്ല. നമുക്ക് കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇത് ടേസ്റ്റ് നോക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മുരിഞ്ഞതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ഇതുണ്ടാവും. ഇതിന് വേറൊന്നും വേണ്ട, അവല് മാത്രമേ ഇതിന് ഇതായിട്ട് വേണ്ടൂ. പിന്നെ ഇനി നമ്മൾ കറിക്കും ഇനി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കടുക്, കറിവേപ്പില, കുറച്ചെണ്ണ, പിന്നെ ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ടത് കേട്ടോ. സാമ്പാർ പൊടി കുറച്ചിട്ടു. പിന്നെ പഞ്ചസാര കുറച്ച് മധുരം, നമ്മൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയി നാളെ കാണാം.